ഫ്രണ്ട്സ്, നിങ്ങൾ സൗണ്ടിന് ലാഗ് ഒന്നുമില്ലാതെ ഗെയിം കളിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഇയർബഡ്സ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണോ എങ്കിൽ അങ്ങനെ ഒരു സാധനം നമ്മുടെ വൺ പ്ലസ് ഇറക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങളിവിടെ കാണുന്ന ഒരു വൺ പ്ലസ് നോട്ട് ബഡ്സ് 4. ഈ ഒരു ഇയർബഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സൗണ്ട് ലാഗ് ഇല്ലാതെ ഗെയിം കളിക്കാൻ പറ്റും. നോർമൽ നമ്മൾ ഒരു ഇയർബഡ്സിൽ ഗെയിം കളിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് ലാഗ് ഉണ്ടാവും. നമ്മൾ ഫോണിൽ വെടി വെച്ചാലും അത് നമ്മുടെ ചെവിയിലോട്ട് എത്താൻ ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അങ്ങനെ കളിക്കാൻ. പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മുടെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു പ്രൈസിനാണ് വൺ പ്ലസ് ഇത് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ ഇതിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. കൂടാതെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഗുഡ് സൗണ്ട് ക്വാളിറ്റിയും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇന്ന് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എങ്ങനെയുണ്ട്, ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് വെർത്താണോ, ഗെയിം കളിക്കുമ്പോൾ ലാഗ് വരുന്നുണ്ടോ ഇല്ലെന്നെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നതായിരിക്കും. അപ്പൊ അധികം പറഞ്ഞ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കം ഓൺ. അപ്പോ എന്റെ കയ്യിലിരിക്കുന്നതാണ് വൺ പ്ലസിന്റെ പുതിയ വൺ പ്ലസ് നോട്ട് ബഡ്സ് 4. അപ്പൊ ഒരു ഡിസൈൻ ഫസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിനു മുമ്പ് വൺ പ്ലസ് ഇറക്കി ഇയർബഡ്സിന്റെ ഒക്കെ സെയിം ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ഇയർബഡ്സ് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ നമ്മുടെ ബഡ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനാണ് നമുക്ക് ഇതെടുത്ത് ചെവി വെക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, ചെവി വെക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കേസ്, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. മറ്റുള്ള ഇയർബഡ്സ് പോലെ തന്നെ ചെവിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കനമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതെന്തായാലും ഫീൽ ചെയ്യില്ല, ഇയർബഡ്സ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുള്ളൂ. പക്ഷെ ഇത് അത്യാവശ്യം അൾട്രാ തിൻ ആയിട്ടാണ് വൺ പ്ലസ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കണില്ലേ, അതുവരെ എനിക്ക് ചെറുതായിട്ട്, അതായത് നമ്മ ചെവി പൊത്തി സംസാരിക്കുമ്പോൾ കേൾക്കൂല, ആ ഒരു ഫീലാണ് കേൾക്കുന്നത്. കാരണം ഇതിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അത് അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. കാരണം ഇതിൽ വെറും ANC അല്ല വരുന്നത്, 52 dB റിയൽ ടൈം ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ ഒരു റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ആ ഫാനിന്റെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റില്ല. അത്യാവശ്യം നല്ല രീതിക്ക് അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നിങ്ങൾ പബ്ലിക്കിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്രൗഡിന്റെ അല്ലെങ്കിൽ നോയിസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട് നമുക്ക്. ഇനി നിങ്ങൾ ഈ ഒരു ഹെഡ്സെറ്റ് വെച്ച് പാട്ടോ സിനിമയോ വല്ല കോളിലാണെങ്കിൽ കൂടി പുറത്തുള്ളത് വീണ്ടും കുറയും. അതാണ് ഞാൻ ഈ ശ്രദ്ധിച്ചൊരു കേസ്. ഇത് ചെവിയിൽ നല്ല കംഫർട്ട് ആയിട്ട് ഇരിക്കേണ്ട ഫ്രണ്ട്സ്. ഇത് ഊരി കഴിയുമ്പോൾ പുറത്തത്തെ നല്ല രീതിക്ക് സൗണ്ട് കേൾക്കാം. വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ വെച്ച് ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് പുറത്തത്തെ സൗണ്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതെന്തായാലും വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ വൺ പ്ലസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ആവും. ഇതിൽ എനിക്ക് നല്ല പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് 12mm ടൈറ്റൻ കോട്ടൺ ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. നിങ്ങളുടെ കാണാനായിട്ട് പറ്റും സംഭവം. അത് കൂടാതെ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഗെയിമിംഗ് ആണ്. ഇതിൽ ഗെയിം കളിക്കുമ്പോൾ ലാഗ് ഉണ്ടാവില്ല എന്നാണ്. ഇതിൽ ലാഗ് ഉണ്ടാവില്ല ഫ്രണ്ട്സ്. നമുക്ക് റിയൽ ടൈമിൽ ഗെയിമിന്റെ ഒരു സൗണ്ട് കിട്ടും. പിന്നെ ഇതിൽ 12mm ടൈറ്റൻ കോട്ടൺ ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതിൽ ഗെയിം കളിച്ചാൽ സൗണ്ടിൽ ലാഗ് ഉണ്ടാവില്ലേന്ന്. ഇതിൽ ലാഗ് ഉണ്ടാവത്തില്ല ഫ്രണ്ട്സ്. കാരണം ഇതിൽ 47ms ലോ ലേറ്റൻസി ഗെയിം മോഡ് ഉണ്ട്. അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമുകളൊക്കെ ഉണ്ടോ ഇവിടെ കാണുന്ന പോലെ നിങ്ങൾക്ക് ലാഗ് ഒന്നുമില്ല. അത് പ്രത്യേകിച്ച് പബ്ജി പോലെയുള്ള ഗെയിമുകളൊക്കെ നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് ഈ ഒരു ഇയർബഡ്സ് വെച്ച് നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. സൗണ്ടിലെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും പാട്ട് കേൾക്കുമ്പോഴായാലും മൂവീസ് കാണുമ്പോഴായാലും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം ബാസും ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഇയർബഡ്സിൽ പവർഡ് ആയിട്ടുള്ള 6 മൈക്രോഫോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് കോളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പുറത്തുള്ളവർക്ക് അത്യാവശ്യം നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അപ്പുറത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് ചെറിയൊരു അടഞ്ഞ പോലെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിലും കേൾക്കുന്നല്ല, നല്ല വ്യക്തമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ കോൾ ചെയ്യാനായാലും ഈ ഒരു ഇയർബഡ്സ് കൊള്ളാം. പിന്നെ ഒരു ഇയർബഡ്സിന്റെ ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം നമുക്ക് ചാർജ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 54 മണിക്കൂർ നമുക്ക് ഇതിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ് പറയുന്നത്. കൂടാതെ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ ഏകദേശം 11 മണിക്കൂർ നമുക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടും. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടുണ്ട്. ജസ്റ്റ് 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഒരു ഇയർബഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. 11 മണിക്കൂർ വരെ നമുക്കത് യൂസ് ചെയ്യാം. ഇതൊന്നും കൂടെ ഇതിൽ IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആട്ടോ. അതായത് നമ്മൾ വേർത്താലും അതുപോലെ ചെറിയ രീതിക്ക് പൊടിയൊക്കെ വന്നാലും ഇതിലൊന്നും സംഭവിക്കില്ല. കാരണം ഇതിൽ IP55 ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് എത്രയെന്ന് അറിയണ്ടേ? ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഇതിന്റെ പ്രൈസ് ആണ്. അപ്പൊ ഒരു വൺ പ്ലസ് നോട്ട് ബഡ്സ് 4ന് ഏകദേശം 3299 രൂപയാണ് വരുന്നത്. ഇത് കൂടാതെ ഇതിന്റെ ലോഞ്ചിങ് ഓഫർ ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് 3099 കിട്ടും. എന്നാ കിട്ടുന്നത് വെച്ചാൽ ജൂൺ 29 ഇത് സെയിൽസ് സ്റ്റാർട്ട് ആവുന്നത്. ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് വെറും 3099 രൂപയ്ക്ക് ഈ ഒരു ഇയർബഡ്സ് വാങ്ങിക്കാനായിട്ട് പറ്റും. ആമസോണിലും
ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ നിങ്ങൾ അടുത്ത ഷോപ്പിന് അവിടെ പോയി നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ നിർബന്ധിക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഇയർബഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റഡ് ആണ്. അപ്പോൾ സെയിൽസിന്റെ അന്നത്തെ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് 3099 രൂപയ്ക്ക് ഈ ഒരു ഇയർബഡ്സ് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തോടെ ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു ഇയർബഡ്സ് കിട്ടിയപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ആരെങ്കിലും ഇയർബഡ്സ് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ നല്ലൊരു ഇയർബഡ്സ് ആണ് ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തോടെ ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഈ ഒരു ഇയർബഡ്സ് കിട്ടിയപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇയർബഡ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്ത് അറിയണമെങ്കിൽ നിങ്ങളുടെ അടുത്ത മൊബൈൽ ഷോപ്പിൽ പോവാം, അവരോട് ചോദിച്ചു നോക്കാം ഡെമോ യൂണിറ്റ് ഉണ്ടോന്ന്. അപ്പോൾ അവർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് വെച്ച് ഗെയിം കളിച്ചു നോക്കി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.